ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. തഗ് ലൈഫ് ജൂൺ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറെ പ്രതീക്ഷകളോടെ റിലീസിനെത്തിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ. കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത കമലഹാസൻ, STR, ത്രിഷ, ജോജി ജോർജ്, അശോക് സെൽവൻ, അഭിരാമി തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമയുടെ 4-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഡിസാസ്റ്റർ അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് 4-ാം ദിവസവും ഡിസാസ്റ്റർ കേരള ട്രാക്കിംഗ് ഗ്രോസാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 19 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും 16 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 30 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 2,25 ലക്ഷത്തിലേക്ക് കേരള ഗ്രോസിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിയും. സിനിമ കേരളത്തിൽ ഇനി 1 കോടി രൂപ പോലും ഇതുവരെ കേരള ഷെയർ നേടിയെടുത്തിട്ടില്ല. ഗോകുല മൂവീസ് വലിയ റിലീസോടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന സിനിമ കൂടിയായിരുന്നു തഗ് ലൈഫ്. ഇനി 1 കോടി കേരള ഷെയർ ഫൈനലായിട്ട് സിനിമ നേടിയെടുക്കുമെന്നും നിലവിൽ കരുതുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ കമലഹാസന്റെ കേരളത്തിലെ വലിയ ഡിസാസ്റ്ററായി മാറുന്ന സിനിമ കൂടിയായിട്ട് തഗ് ലൈഫ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വരെ 27 കോടിക്കടുത്ത് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ 30 കോടി 35 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെടും. അങ്ങനെ തമിഴ്നാട്ടിൽ 50 കോടി കളക്ഷൻ പോലും നേടിയെടുക്കുമോ എന്ന് സംശയമുള്ള ഒരു തമിഴ് സിനിമ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് കൂടി തഗ് ലൈഫ് മാറുകയാണ്. വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വരെ 62 കോടി വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ശനിയാഴ്ച മാത്രം 10 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. 100 കോടി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് എത്തപ്പെടാനായിട്ട് പാടുപെടുന്ന കമലഹാസൻ സിനിമയ്ക്ക് ഇന്നത്തോടെ 4 ദിവസങ്ങൾ കൊണ്ട് 70 കോടി 75 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തഗ് ലൈഫ് ഡിസാസ്റ്റർ ലൈഫായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ട്.